പ്രിയ സ്നേഹിതരെ, തൃക്കാക്കര ദേശനിവാസികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങളോട് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള ഈ വിലപ്പെട്ട സന്ദേശം ശ്രദ്ധിക്കുവാൻ വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. മനുഷ്യ ജീവിതം വളരെ ചെറുതാണ്. മരണം നമ്മളെ ഭയപ്പെടുത്തുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് എന്താണ് നമുക്കുള്ളത്? ഇതിന്റെ നീക്കുപോക്ക് ആരുടെ കയ്യിലാണുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ സന്ദേശം ശ്രമിക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ യുഗം അവസാനിക്കും. പ്രിയ സ്നേഹിതരെ, ഈ സന്ദേശം ശ്രമിക്കുവാൻ വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ഗാനം പാടിയതിനു ശേഷം സന്ദേശം ശ്രമിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന ജനമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയാനാതിശാദിന്റെ ഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമി, മലയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവൻ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മാറ്റുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവൻ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂത്തും ഭരണങ്ങൾ കൊടുക്കുന്നേ ഭൂമി, മലയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ക്രിസ്തുവിൻ പാഠശാല വഹി
വഹിച്ചിടാൻ താൻ മുഖം വഹിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാച്ചുവടിലോ ജയിച്ചിടം വിളങ്ങിടാൻ ദൈവത്തിന് പുത്രരായി ചേർന്നിടാൻ നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ താൻ മുഖം വഹിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാച്ചുവടിലോ ജയിച്ചിടാൻ വിളങ്ങിടാൻ ദൈവത്തിൻ പുത്രരായി നാമൂത്തും ഭരണങ്ങൾ ഒഴുകുന്നേ ഭൂമിയിൽ മലയൂത്തും ദൈവരാജ് ഭരിക്കുവാൻ പോകുന്നേ. യേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ പരമാനിന് സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ യേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴിൽ പരമാനിന് സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ മാനൂത്തം ഫലങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ മമയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ മലയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാവ് വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഒരു അരുളപ്പാട് അറിയിക്കുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ ദേശത്തിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ അറിയിപ്പ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ഏറ്റെടുത്ത് ഇതിലെ സന്ദേശം നമ്മൾ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നിധിയായിരിക്കും അത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെ സ്നേഹിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും എല്ലാം ഉണ്ടാക്കിയ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ബൈബിളിൽ സുവിശേഷം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ അറിയിച്ച സന്ദേശമാണ്. ബൈബിൾ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല, പകരം സൃഷ്ടാവായ ദൈവം മാനവരാശിക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ്, സ്നേഹലേഖനമാണ്. നിങ്ങളൊരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങിക്കുമ്പോൾ അതിന്റെ ബോക്സ് തിരക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു പുസ്തകം പുറത്തേക്ക് വരും. യൂസേഴ്സ് മാനുവൽ എന്നാണ് നമ്മളതിന് പറയുന്നത്. അത് വായിച്ചു നോക്കിയിട്ടാണ് ആ ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ മനുഷ്യന്റെ യൂസേഴ്സ് മാനുവലാണ് വിശുദ്ധ ബൈബിൾ. അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ പുസ്തകമല്ല. മനുഷ്യനെന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയിക്കുന്ന പുസ്തകമാണത്. ആ പുസ്തകത്തിൽ
രണ്ട് ഭാഗങ്ങളുണ്ട്, പഴയ ഉടമ്പടിയുടെ ഭാഗവും പുതിയ ഉടമ്പടിയുടെ ഭാഗവും. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗത്ത് ഒരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. ആ രാജ്യത്വത്തിന്റെ സുവിശേഷം ഭൂലോകത്ത് എല്ലായിടത്തും അറിയിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ടീം ഇപ്പോൾ ഈ സാക്ഷ്യം നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചോദിക്കും, എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം? ആരാണിത് പ്രസംഗിച്ചത്? ആരാണിത് പ്രസംഗിക്കാൻ അയച്ചത്? പ്രിയ സഹോദരങ്ങളെ, സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനായ സൃഷ്ടാവായ ദൈവത്തിന്റെ മാനവരാശിയെക്കുറിച്ചുള്ള ചിന്തയാണ്, അവരുടെ ഭാവിയാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഇത് അറിയിച്ചത്, ഇത് പ്രസംഗിച്ചത് പലരുമുണ്ടെങ്കിലും പ്രധാനമായി ഇത് അറിയിച്ചത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇനി എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത, ആഗ്രഹം ഉണ്ടെങ്കിൽ, രാജ്യത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ സൃഷ്ടാവായ ദൈവം രാജാവായി വാഴുന്നതാണ്. ദൈവത്തിന്റെ കുടുംബ ഭരണമാണ് രാജ്യത്വ സന്ദേശം അല്ലെങ്കിൽ സുവിശേഷം. എന്നാൽ നമുക്കതിൽ എന്താണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം ഈ രാജ്യത്വ സുവിശേഷത്തിലൂടെ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും തന്റെ കുടുംബത്തിലേക്ക്, തന്റെ മക്കളായി ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മരണമില്ലാത്ത ദൈവം തന്റെ കുടുംബത്തിലേക്ക്, തന്റെ മക്കളായി നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തോടു കൂടെ ജീവിപ്പാൻ. ഒരുപക്ഷെ മനുഷ്യർക്കിത് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. എന്നിരുന്നാലും ദൈവത്തിന്റെ സന്ദേശത്തിനും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനിനും പദ്ധതിക്കും ഒരു മാറ്റവുമില്ല. മരണമുള്ള മനുഷ്യ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് മരിച്ചു പോകുന്ന നമ്മളെ മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. മാത്രമല്ല, തുടർന്ന് ദൈവം സർവപ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനാകിയാൽ, രാജാവാകിയാൽ, ദൈവത്തിന്റെ മക്കളായ നമ്മൾക്ക് ദൈവം ആ ശുശ്രൂഷ, രാജത്വ ശുശ്രൂഷ ഏൽപ്പിക്കും. നമ്മൾ ഈ ഭൂമിയുടെ രാജാക്കന്മാരായി അർഹതയുള്ളവർക്ക് മാറുവാനും കഴിയും. അപ്പൊ സ്വർഗത്തിലെ ദൈവം നമ്മൾ അറിയിക്കുന്ന ഈ സന്ദേശം ഇതാ നിങ്ങളെ അറിയിക്കുകയാണ്: ഈ ഭൂമിയിലെ സകല ഭരണങ്ങളും മാറും, എല്ലാ പൈശാചിക ഭരണങ്ങളും മാറും. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഈ ഭൂമിയെ വാഴുവാൻ കടന്നു വരികയാണ്. അപ്പോൾ ആ ദൈവത്തോടുകൂടെ നാം ഇന്ന് നമ്മുടെ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് ആ ദൈവത്തോടുകൂടെ ഇരുപ്പാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്കും ആ ദൈവത്തോടുകൂടെ, ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവോട് ചേർന്ന് ഈ ഭൂമിയെ വാഴുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ വിളിയും ആ തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം. ദൈവം
തന്റെ കുടുംബത്തിലൂടെ ഈ ഭൂമിയെ വാഴുകയാണ്. ആ കുടുംബത്തിലേക്ക് നമ്മളെ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ദൈവത്തിന്റെ അവകാശികളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് അറിയിക്കുന്ന സദ്വാർത്ത സുവിശേഷം. എന്നാൽ ഈ സുവിശേഷത്തിന്റെ ഉള്ളിൽ ധാരാളം നല്ല വിശേഷങ്ങൾ, സുവിശേഷങ്ങളുണ്ട്. അതിലൊന്നാണ് രക്ഷയുടെ സുവിശേഷം. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും അത് ഈ സ്ട്രീറ്റുകളിലും സുവിശേഷ വേദികളിലൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ രക്ഷയുടെ സുവിശേഷം എന്തിനാണ് എന്ന് കേട്ടിട്ടുണ്ടാകുന്നത് വിരളമാണ്. രക്ഷയുടെ സുവിശേഷത്തിന്റെ ഉദ്ദേശം നമ്മൾ ഈ രാജ്യത്തെ സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക്, ആ കുടുംബ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനാണ്. അപ്പോൾ എന്താണ് ഈ രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് ദൈവത്തോടു കൂടെയുള്ള വാസം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയും നമുക്കത് ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് അനുഭവിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മളെല്ലാം ഈ ഭൂമിയിൽ മരണത്തിന്റെ കീഴിലാണ്. എന്തുകൊണ്ടാണ് മരണം? പാപനിമിത്തമാണ് ഈ മരണം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ സർവ മനുഷ്യരിലേക്കും മരണം പടർന്നിരിക്കുന്നു. എന്നാൽ ഈ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു പദ്ധതിയും മനുഷ്യന്റെ ഒരു പ്രയത്നവും നടക്കുകയില്ല. നമ്മുടെ പാപത്തിന് പരിഹാരമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമാക്കി. അങ്ങനെ പുത്രന്റെ മരണത്തിലൂടെ, ആ പുത്രന്റെ രക്തത്തിലൂടെ നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യപ്പെട്ടു. നമ്മളെ സൗജന്യമായി ആ മരണത്തിൽ നിന്ന് പാപത്തെ രക്ഷിച്ചു. ഇതാണ് രക്ഷയുടെ സുവിശേഷം എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. എന്തിനാണ് രക്ഷയുടെ സുവിശേഷം? നാം ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആ ക്രിസ്തുവെ അനുസരിച്ച് അനുഗമിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് ആദ്യം നിങ്ങൾ കേട്ട രാജ്യത്വ സുവിശേഷത്തിലേക്ക് ദൈവത്തിന്റെ കുടുംബമായി ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ അത് നമ്മളെ സഹായകരമാക്കി മാറ്റും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ സുവിശേഷത്തിന്റെ പ്രധാന രണ്ട് ഭാഗങ്ങൾ നിങ്ങളെ അറിയിച്ചു. ഒന്ന്, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഒക്കെ പഠിച്ച് ഈ ഭൂമിയിലെ പല വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി, ഒരു കട തുറന്നു, ഒരു ബിസിനസ് ചെയ്തു, ഒരു കൃഷി ചെയ്തു, ഒരല്പം ലാഭം ഉണ്ടാക്കി, അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് വയറ് നിറച്ചു, കുറച്ചുനാൾ അങ്ങനെ തുടർന്നു. അതേ തുടർന്ന് നമ്മൾ ഇതാ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും മരണം നമ്മളെ വേട്ടയാടി നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഇതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറഞ്ഞ രാജ്യത്വ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഇപ്പോ അറിയിച്ചിരിക്കുകയാണ്. ആ രാജ്യത്വ സുവിശേഷത്തിൽ നമ്മളെ വിളിക്കുന്നത് ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാനാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ ദൈവത്തിന് ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്, കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് കോപത്തിനല്ല,
നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ശ്രദ്ധിച്ചു കേൾക്കുക. നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഒന്നുകൂടി പറയാം. നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. അതാണ് രാജ്യത്തെ സുവിശേഷം. ഭരണമുള്ള കുടുംബത്തോട് ഒരുമിച്ച് ജീവിച്ച് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുക. ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ദൈവത്തിനായ ക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചത്. അപ്പൊ ദൈവത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ പുത്രൻ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് യേശുവെ അനുസരിച്ച് അനുഗമിച്ച് ജീവിക്കാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്ക്, ഈ രാജ്യത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് എന്നുള്ള സാക്ഷ്യം ഈ ദേശത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഞങ്ങൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുകയും മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുകയും ആ യേശുവിനെ നിങ്ങളുടെ രക്ഷകന്, നിങ്ങളുടെ കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ യേശുവെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രിയമകനെ നീ തയ്യാറാകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, അത്യുന്നതനായ ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ, ഇത് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ അത് സഹായകരമാകുമെന്ന് പ്രിയമക്കളെ ഇത് സാക്ഷ്യമായി നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. ഈ ദേശം ഇതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കും ഇനി ഒഴികഴിവില്ല. ഈ കാര്യം ഇവിടെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള നിങ്ങളെ ഏവരെയും ഇതാ ഈ സന്ദേശം അറിയിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ പ്രിയമക്കളെ, നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇതാ ഉത്ബോധിപ്പിക്കുകയാണ്. ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഈ സമയം ഇതാ ഒരു ട്രാക്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ പ്രസംഗിച്ച സന്ദേശം അത് പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ മറന്നുപോകും. അത് സാധാരണമാണ്. എന്നാൽ ആ ട്രാക്കിൽ ഈ സന്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദൈവരാജ്യ സുവിശേഷം എന്നുള്ളത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സന്ദേശം നിങ്ങൾ വായിക്കുക, അത് മനസ്സിലാക്കുക. അപ്പൊ തന്നെ ഇതിനോട് ചേർന്ന് മറ്റൊരു നോട്ടീസും നിങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22-23 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രം, പ്രാർത്ഥനാലയം, ഹൗസ് ഓഫ് പ്രയർ എന്നറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവവചന ധ്യാനമുണ്ട്. നിങ്ങൾ കൂടുതലായി ഈ രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അവിടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാൻ നിങ്ങൾ ഏവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ ആ ട്രാക്ടിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കൂടുതലായി ഈ ശുശ്രൂഷയിൽ വളരുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ നിങ്ങൾക്കത് സഹായകരമായി തീരും. ഇത് ആ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് പറയുമ്പോ ഇതാ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അറിയിച്ചിരിക്കുമ്പോ ആ യേശു ക്രിസ്തു ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ അവിടെ ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. എന്റെ കുടുംബത്തിൽ ഞാൻ തള്ളപ്പെട്ടവനാണ്, തള്ളപ്പെട്ടവളാണ്
ഇതാ പല രോഗങ്ങളുമായി ഞാൻ ഭാരപ്പെടുകയാണ്. പല പല വിഷയങ്ങൾ, മനുഷ്യർക്ക് തീർക്കാൻ കഴിയാത്ത പല വിഷയങ്ങളുമായി പ്രിയ മകനെ, പ്രിയ മകളെ, ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ആശ്വാസമായിരിക്കാം ഈ സന്ദേശം. ആകസ്മികമായല്ല പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഇതിന്റെ മുമ്പിൽ വന്നത്. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സന്ദേശം നീ കേൾക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് അടുത്ത റിട്രീറ്റ് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ചയോടുകൂടെ അത് അവസാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏവരെയും കാർത്തവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെയുള്ള ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ എങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിലൂടെ മാനവരാശിയെ വീണ്ടെടുത്ത് അങ്ങയുടെ ഭവനമാക്കി തീർക്കുന്ന അങ്ങയുടെ മഹാപദ്ധതിയെ ഈ ദേശത്തോട് അങ്ങ് അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ജനം ഇത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ അങ്ങേ അനുഗമിപ്പാൻ ഈ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലെ എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടുത്തെ ഭവനങ്ങളെ, ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്നവരെ, അപ്പൊ ഈ ദേശത്തുള്ള എല്ലാ മാതാപിതാക്കന്മാരെയും കുഞ്ഞുകുട്ടികളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും ഒന്ന് കൂട്ടായിരിക്കണമേ. ഈ ദേശത്ത് ഞങ്ങൾ ദൈവത്തിന്റെ രാജ്യത്വം പ്രഖ്യാപിക്കുന്നു. ക്രിസ്തുവിന്റെ കർത്തൃത്വം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ ദേശത്ത് ദൈവം കീഴടക്കുവാനായിട്ട് ഇടയാകട്ടെ. സർവമഹത്വം ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവിന് കൊടുക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദേശം നിത്യം അനുഗ്രഹമാകട്ടെ. സർവമഹത്വം പിതാവെ അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.